ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പുതുത്തൻ യെരൂശലേം, പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം അത്യന്തികമായി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ യെരൂശലേമിനെ കുറിച്ച് ധാരാളം ചിന്തകൾ ഈ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. വിശേഷം നമ്മുടെ തലമുറകളൊക്കെ ശ്രദ്ധിച്ച് പുതിയ യെരൂശലേമിനെ കുറിച്ചും നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചൊന്നും പലർക്കും വേണ്ടത്ര അറിവുകളില്ല. അപ്പോൾ അതിന് ആ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്ന കാര്യം ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് സ്പെഷ്യലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് ഈ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ധാരാളം ചിന്തകളുണ്ടെങ്കിലും കർത്താവ് സകലതും പുതിയതാക്കുന്നു എന്നതിലേക്ക് തുടക്കമിട്ട് നമുക്ക് പ്രസംഗിച്ചു തുടങ്ങാം. ദൈവം സകലതും പുതിയതാക്കുന്നു. പുതിയ യെരൂശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി. ആമേൻ. അതോടൊപ്പം തന്നെ വിശുദ്ധ വേദപുസ്തകം ആകമാനം പഠിച്ചാൽ എല്ലാം ദൈവം പുതിയതാക്കുന്ന ദൈവമാണ്. നമുക്ക് യെരമ്യാ പ്രവചന പുസ്തകത്തിലും ധാരാളം വട്ടം പുതിയതാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചന പുസ്തകം 36-ന്റെ 26-ാം വാക്യം പറയുന്നു, അവൻ നമുക്ക് പുതിയ ഹൃദയവും ആമേൻ അല്ലേ പുതിയ ആത്മാവിനെയും പകരുന്ന ദൈവം അത്രേ. അപ്പം ദൈവം നമുക്ക് തുടക്കം തരുന്ന ഏതാ? പ്രവചനമാണ്. നമുക്ക് എന്ത് തരുന്നു? പുതിയ ഹൃദയവും പുതിയ ആത്മാവും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവമാക്കുന്നു. യെരമ്യാ പ്രവചനം 31-ന്റെ 33-ാം വാക്യം പറയുന്നു, ആ ഹൃദയത്തിൻ്റെ അകത്ത് പുതിയ നിയമം ദൈവം എഴുതി തരും അല്ലേ. അവൻ്റെ നിയമങ്ങൾ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതി തരും. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു പഴയ ഹൃദയമല്ല, കാഠിന്യമുള്ള ഹൃദയമല്ല, ഫറവോന്റെ ഹൃദയമല്ല. നാം ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നാൽ നമ്മുടെ പഴയ അവസ്ഥകളെല്ലാം മാറ്റി ആ പുതിയ ഹൃദയത്തിൽ പുതിയ നിയമം എഴുതി തരുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം, എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളും. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം, നിന്റെ യൗവനം പുതുകി വരത്തക്കവണ്ണം ഇല്ലേ, കഴുകരെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. നമ്മുടെ യൗവനത്തെ പുതുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം. ക്ഷീണിച്ചിരിക്കേണ്ട. സ്വത്രം കേട്ടാൽ അറിയാം ഒരു പുതുക്കമുണ്ടോന്ന്. കഴുകൻ പുതുകുന്നത് പോലെ നമ്മളെ പുതിയതാക്കുന്നവനാണ് എന്റെ ദൈവം. കരം തട്ടിയെന്ന് ദൈവത്തിന് സ്വത്രം ചെയ്ത് ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 5-17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നവനാണ് ദൈവം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പുതിയതെന്ന് ധാരാളം സന്ദർഭങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. എഫെസ്യ ലേഖനം 4-20 തൊട്ട് 22 വരെയുള്ള വാക്യം പഠിച്ചാൽ ആമേൻ നമ്മളൊരു പുതിയ മനുഷ്യനായിത്തീരും. ആമേൻ. പുതു മനുഷ്യനെ കുറിച്ച് അവിടെ ബൈബിൾ പഠിപ്പിക്കുക. അതിനുശേഷം ബൈബിളിൻ്റെ ഉള്ളിൽ പറയുന്ന വീണ്ടും ജനനം, അത് പുതിയ ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുക. സ്തോത്രം. അങ്ങനെ ആമേൻ ധാരാളം പുതിയതിനെ കുറിച്ച് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ പറഞ്ഞെന്ന് പറയാമോ കുഞ്ഞുങ്ങൾ? ശ്രദ്ധിച്ച് ഏതൊക്കെയാ ഭാഷകൾ പറഞ്ഞ്? പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പുതിയ നിയമം, പിന്നെ പുതിയ മനുഷ്യൻ, പിന്നെ പുതിയ സൃഷ്ടി, നിന്റെ യൗവനം പുതിയത്. ഇതെല്ലാം ഉണ്ടെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ പറയാം, ഈ പഴയ ആകാശവും ഈ പഴയ ഭൂമിയും ഈ പഴയ യെരൂശലേമിനെ എല്ലാം മാറ്റി പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ആ കരം ഉയർത്തി സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം.
ഈ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വർണ്ണന വലുതാകട്ടോ. ആമേൻ. പുതിയ യെരൂശലേം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി ഒരു വർണ്ണന ഞാൻ പറയാം. ഒന്ന്, അതിന് ക്യൂബ് ആകൃതിയിലാണ് എന്ന് പറഞ്ഞാൽ നീളം, വീതി, ഉയരം എല്ലാം സമചതുരമാണ്. 2200 കിലോമീറ്ററാണ് നീളം, വീതിയും 2200 കിലോമീറ്ററാണ്, ഉയരവും 2200 കിലോമീറ്ററാണ്. നീളം, വീതി, ഉയരം എല്ലാം സമചതുരം. മനസ്സിലൊന്ന് വന്ന് അങ്ങനെയുള്ളൊരു നഗരം. ഈ പുതിയ യെരൂശലേമിന് 3 പേരാ. ഒന്ന് പുതിയ യെരൂശലേം, 2 ആമേൻ മണവാളന്റെ മണവാട്ടി അല്ലെങ്കിൽ കാന്ത. ഇതൊക്കെ പേര് പറഞ്ഞേക്കുന്നത് പുതിയ യെരൂശലേമിനെ കുറിച്ചാണ്. അപ്പം ഇത്രയും മനോഹരമാകാനുള്ള പിന്നിൽ ഇത് ഭർത്താവിനായി, നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചോ, ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ കുഞ്ഞാടിൻ്റെ കാന്തയായ പുതിയ യെരൂശലേം ഇറങ്ങി വരികയാണ്. അത്ര മനോഹരം. ഇതെങ്ങനെ മനോഹരമായെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വീതി അല്ലെങ്കിൽ ഈ നഗരം ആമീൻ ഇതിൻ്റെ വീതി സ്വച്ഛമായ മനോഹരമായ തങ്കനിർമ്മിതമാണ്. ഇതിൻ്റെ മതില് ജാസ്പർ അല്ലെങ്കിൽ സൂര്യകാന്തം കൊണ്ട് മുഴുവൻ നിർമ്മിച്ചതാണ് മതില്. ആമീൻ. ഇതിൻ്റെ വാതിലുകൾ 12 വിധ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ 12 മുത്തുകളിൽ 12 ഗോത്രങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് 12 വാതിലുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം 12 കല്ലുകൾ കൊണ്ടാണ്, രത്ന കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ഈ 12 അടിസ്ഥാന കല്ലിന്മേലും 12 അപ്പസ്തോലന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമ ഗോത്രങ്ങളുടെ 12 പേര്, പുതിയ നിയമ അപ്പസ്തോലന്മാരുടെ 12 പേര്. അങ്ങനെ മനോഹരമായിരിക്കുന്ന പുതിയ യെരൂശലേം. സ്തോത്രം. ഈ പുതിയ യെരൂശലേമിനെ ഇത്ര ഭംഗിയാക്കാൻ കാരണം നിങ്ങൾ ബൈബിൾ വായിച്ച് 21-ാം അധ്യായം ഒരു ഹോംവർക്ക് വായിച്ചോണം കേട്ടോ. അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല. പിന്നെ എങ്ങനെ അവിടെ വെളിച്ചം കാണും? സൂര്യനേക്കാൾ വലിയവനായ ഒരുവൻ, ചന്ദ്രനേക്കാൾ വലിയവനായ ഒരുവൻ. അവൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. സൂര്യന്റെ തേജസ്സിനേക്കാൾ തേജസ്സുള്ളവൻ, ചന്ദ്രന്റെ തേജസ്സിനേക്കാൾ തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവ് മനുഷ്യരോട് കൂടെ പാർക്കുന്നത് കൊണ്ട് ആ തേജസ് നിമിത്തം ആ പുത്തൻ യെരൂശലേം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. ഇനി ഈ പുത്തൻ യെരൂശലേം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഇത്ര മനോഹരമായ യെരൂശലേമിൽ ആര് പാർക്കും? അതുകൂടെ നമ്മൾ പഠിക്കണ്ടേ. ഈ പുത്തൻ യെരൂശലേമിൽ ആര് പാർക്കും? നമ്മൾ പാട്ട് പാടത്തില്ലേ, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം. അത് ഓർക്കണ്ടേ, ഓർത്താലല്ലേ ഇത്തരയിലെ ഖേദമെല്ലാം മാഞ്ഞു പോകത്തുള്ളൂ. പുത്തനാം യെരൂശലേമിൽ എത്തുന്ന കാലം ഓർക്കണം, ഇവിടെ നിന്നേ ഓർക്കണം. നമ്മളിനി വീട്ടിൽ പോയി എന്താ കഴിക്കുന്നതെന്ന് ഓർത്തോണ്ട് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. നാളെ തൊട്ടുള്ള ചെയിൻ പ്രേയറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, ഇനി അടുത്തത് എന്താ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തിക്കാതെ പുത്തനാം യെരൂശലേമിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ചിന്ത കൊലോസ്യ ലേഖനം പറയുന്ന ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിത്യതയെ കുറിച്ചുള്ള ചിന്ത മാറരുത് കേട്ടോ. നിത്യതയെ കുറിച്ചുള്ള ചിന്ത ആഴമായിരിക്കണം എപ്പോഴും. ആ യെരൂശലേം, പുത്തൻ യെരൂശലേമിൽ ആര് പാർക്കും? അതൊരു ചോദ്യമായി നിങ്ങൾ കുറിച്ച് വെച്ചോ. ഞാൻ പറയാം, പുത്തൻ യെരൂശലേമിൽ ആര് പാർക്കും, ആര് പാർക്കത്തില്ല. പുതിയ യെരൂശലേമിൽ ആര് പാർക്കും, ആര് പാർക്കുകയില്ല. അതൊന്ന് ആദ്യം പഠിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാട്ടെ. ആര് പാർക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്ന് പറഞ്ഞ പേര് എഴുതിയിരിക്കുന്നവരല്ലാതെ മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്ന ആരും കടക്കത്തില്ല. പുത്തന യെരൂശലേമിനെ കുറിച്ച് പാട്ട് പാടി എന്നുള്ളത് സത്യമാ. പുത്തനാം യെരൂശലേമിന്റെ വർണ്ണന നമ്മൾ കേട്ടെന്നുള്ളത് സത്യമാ. ഇത്ര മനോഹരമായ നഗരത്തെ കുറിച്ച് വർണ്ണിച്ചത് നിങ്ങൾ കേട്ടല്ലോ. പക്ഷേ അവിടെ ആര് കടക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഭോഷ്കു പറഞ്ഞും വഞ്ചന കാണിച്ചും നടക്കുന്നവരല്ല അവിടെ കടക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരുള്ളവരും മാത്രമേ പുത്തനാം യെരൂശലേമിൽ കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുത്തനാം യെരൂശലേമിൽ കിടക്കണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേര് വേണം, ഇല്ലേ? പേരില്ലാത്തവരുടെ ലിസ്റ്റ് 21-ന്റെ 8-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പേരില്ലാത്തവരുടെ ലിസ്റ്റ്. 1 ഭീരുക്കൾ, 2 അവിശ്വാസികൾ, 3 അറയ്ക്കപ്പെട്ടവർ, 4 കൊലപാതകന്മാർ, 5 ദുർനടപ്പുകാർ, 6 ക്ഷുദ്രക്കാർ, ഹിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി
തീയും ഗന്ധവും കത്തുന്ന പൊയ്കി അത്രേ എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ നടക്കുന്ന, ബോഷ്ക്ക് ഇഷ്ടപ്പെട്ട് നടക്കുന്ന, ബിംബത്തെ ആരാധിച്ച് നടക്കുന്ന, ദൈവ വഴി വിട്ട് നടക്കുന്ന, അവർക്കുള്ള ഓഹരി ബൈബിൾ എഴുതി വെച്ചിരിക്കുക തീയും ഗന്ധവും കത്തുന്ന അഗ്നി നരകം അത്രേ. പക്ഷേ ദൈവത്തെ സേവിക്കുന്ന, ജീവപുസ്തകത്തിൽ പേരുള്ള, വീണ്ടെടുക്കപ്പെട്ട ദൈവസന്നിധിയിൽ വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുത്തനാം യെരൂശലേമിനെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും, ദൈവത്തിന് മഹത്വം കൊടുത്താലും അത് നന്ദികേടല്ല കേട്ടോ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഭവനം. ഇതാ മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ കൂടാരം, പുത്തനാം യെരൂശലേം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഈ 8 വിധ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അതിനുള്ളിൽ ഏതെങ്കിലും നിങ്ങൾ കൊണ്ടോന്ന് നിങ്ങൾ നോക്കണം. ബോഷ്ക്ക് പറയുന്നുണ്ടോ? നിസ്സാര കാര്യത്തിന് കള്ളം പറയുന്ന വിശ്വാസികളുണ്ട്. നിസ്സാര കാര്യത്തിന്. ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിലാണെങ്കിലും പറയും ഓമല്ലൂരാണ്. സ്തോത്രം. ചെറിയ കാര്യത്തിന് ബോഷ്ക്ക് പറയും. ബോഷ്കിൽ പ്രിയപ്പെടുന്നവർക്കുള്ള ഓഹരി കത്തുന്ന തീപ്പൊയ്ക. പണ്ട് നിങ്ങൾക്കറിയാലോ, ലോത്തിന്റെ കാലഘട്ടത്തില് സോദോം ഗോമോറയിൽ പാപം പെരുകിയപ്പോൾ തീയും ഗന്ധവും കത്തുന്ന ഒരു നഗരമായി തീർന്നു. അപ്പൊ സോദോം ഗോമോറ കത്തിപ്പോയി. അതിക്രമം നിറഞ്ഞപ്പോൾ അവർ കത്തിപ്പോയി. പക്ഷേ ഇതാ ഒരു വിശുദ്ധ നഗരം ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചേക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ സകലതും മ്ലേച്ഛതകളായിരിക്കാം കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന പലരും ദൈവ വഴി വിട്ടുപോയവരെ നിങ്ങൾക്ക് കാണാം. പക്ഷെ വിശുദ്ധിയോടെ ജീവിച്ച, ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേരുള്ള ദൈവമക്കളാണോ? വിശുദ്ധിയോടെ നീ ജീവിച്ചോ? നിന്റെ ഉടുപ്പ് നീ കാത്തു സൂക്ഷിച്ചോ? നിനക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ, കള്ളമില്ലാത്ത ശ്രേഷ്ഠമായ മനോഹരമായ ഒരു നഗരമാണ് പുത്തനാം യെരൂശലേം. വെളിപ്പാട് പുസ്തകം 3:5 എന്ന് വായിച്ചേ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3:5. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ യോഗ്യന്മാർക്കുള്ള സ്ഥലമാണ് പുത്തനാം യെരൂശലേം. അവർ യോഗ്യരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ എന്ത് ചെയ്യും? നടക്കും. സ്തോത്രം. നമ്മൾ ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ ഒരാളുടെ പേര്. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതൽ ഉള്ള ആൾക്കാർ. പൗലോസിന് കറക്റ്റ് ഉറപ്പാ ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 32-ന്റെ 32, 33. മോശയുടെ പേര് എവിടെയുണ്ട്? ജീവപുസ്തകത്തിലുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവേ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വേണേ മായ്ച്ചു കളഞ്ഞു, എങ്കിൽ പോലും ഈ ജനത്തെ കളയരുത്. അതിന്റെ അർത്ഥം മോശയുടെ പേര് എവിടെയുണ്ട്? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? സ്തോത്രം. പേരുള്ളവരുടെ ലിസ്റ്റ് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. പലരുടെയും വംശാവലികൾ എഴുതി വെക്കുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുക, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. വായിച്ച വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. ദൈവമക്കളെ, എന്താ നമ്മുടെ സന്തോഷത്തിന്റെ വകുപ്പ്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യർക്ക് സന്തോഷമുണ്ടായി. അവരുടെ ഫിനാൻഷ്യൽ മേഖല വർദ്ധിച്ചപ്പോൾ ലോക മനുഷ്യർക്ക് സന്തോഷമുണ്ടായി. പക്ഷെ ദൈവമക്കളുടെ സന്തോഷം ഫിനാൻഷ്യൽ മേഖലയിൽ വർധനവ് ഉണ്ടാകുന്നതിനല്ല, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുള്ളതിൽ സന്തോഷിക്കുക. എഴുതിയിട്ടുണ്ടോ പേര്? സന്തോഷമുണ്ട്. എന്റെ പേരും, നമ്മളൊരു പാട്ട് പാടും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഇല്ലേ? സത്യത്തിൽ ഈ പാട്ട് എന്തിനാ പാടുന്നത്? നമ്മുടെ പേര് വിളിക്കും, ഇല്ലേ? സ്തോത്രം. ഇങ്ങനെ പാസ്റ്റർ അനിൽ എന്ന് ദൈവം വിളിക്കുമ്പോ അനിപ്പാസ്റ്ററിന്റെ പേര് അവിടെ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പാസ്റ്റർ വിനിൽ എന്ന് വിളിച്ച വിനിൽ പാസ്റ്റർ അവിടെ ഉണ്ടെന്നാ. അപ്പൊ പേര് വിളിക്കുന്ന ഒരു ദിവസം വരുന്നു. ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്ന് ഉറപ്പിച്ചോണം. പേര് മായ്ച്ചു കളയാൻ ഇടയാക്കരുത്. എഴുതപ്പെട്ട പേര്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലായി ജീവിച്ച നിന്റെ പേര് സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ധാരാളം പുസ്തകങ്ങൾ സ്വർഗത്തിൽ എഴുതി ഉണ്ട്.
ദൈവത്തിന്റെ പക്കലുണ്ട്. ഞാനൊരു 5 പുസ്തകം പറയട്ടെ വേഗത്തിൽ. സ്വർഗത്തിലുള്ള പുസ്തകം. ഒന്നാമത്തെ പുസ്തകമാണ് ജീവപുസ്തകം, അല്ലേ? ജീവപുസ്തകം അത് ദൈവത്തിന്റെ പക്കലുണ്ട്. ആമേൻ. രണ്ടാമത്തെ പുസ്തകം മലാക്കി പ്രവചന പുസ്തകം 3:16 ആമേൻ. അവിടെ പറയുന്നത് ഓർമ്മയുടെ പുസ്തകം എന്നാണ്. ഓർമ്മയുടെ പുസ്തകം ഒന്ന് വായിക്കാവോ? യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി. അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ, ഓർമ്മയുടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്മരിക്കത്തില്ലേ? അവന്റെ സന്നിധിയിൽ അവനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയുടെ പുസ്തകം. സ്തോത്രം. 139 സങ്കീർത്തനത്തിൽ ആമേൻ ജീവിക്കുന്ന നിങ്ങളുടെ ആയുസിനെ കുറിച്ചും നിങ്ങൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ പക്കൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ പുസ്തകം. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിലൊന്നും അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. വാക്യത്രയാ 139:16. 139:16 പറയും അവയെല്ലാം നിന്റെ പുസ്തകത്തിലുണ്ടെന്ന്. എല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. 56 സങ്കീർത്തനത്തിൽ പറയുകയാണ് നിന്റെ കണ്ണുനീര് അവൻ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്, അവയും നിന്റെ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. എല്ലാം പുസ്തകത്തിലാക്കി വെച്ചിട്ടുണ്ട് ദൈവം. നീ എന്റെ ഉഴച്ചിലുകളെ എണ്ണുന്നു, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? അപ്പൊ കണ്ണുനീര് വരെ പുസ്തകത്തിലുണ്ടെന്ന് അതിന്റെ അർത്ഥം. പേരുകൾ എഴുതുന്ന പുസ്തകം, ഓർമ്മിക്കുന്ന ഒരു പുസ്തകം, ആമേൻ, സ്മരണയുടെ പുസ്തകം, ആമേൻ, നിന്റെ ആയുഷ്കാലത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം, ആമേൻ, നിന്റെ കണ്ണുനീര് വരെ ആമേൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാ, വിശുദ്ധ നഗരത്തിൽ പോകണമെങ്കിൽ ജീവപുസ്തകത്തിൽ നമുക്ക് എന്ത് വേണം? പേര് വേണം. ജീവപുസ്തകത്തിൽ പേര് വേണം. ഈ ഒറ്റ ക്വാളിറ്റിയാണ് അതിനുള്ളത്. ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ദൈവസകലം പുതിയതാക്കണം എന്ന് പറഞ്ഞല്ലേ. ഇനി എന്തൊക്കെ പുതിയതാക്കി? പുതിയ ആകാശം, പുതിയ ഭൂമി. ഒന്നാമത്തത് ആമെ കഴിഞ്ഞു, ആമെ ഒഴിഞ്ഞു പോയി. സമുദ്രം ഇനിയില്ല, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരാം, സമുദ്രം ഇനിയില്ല. അപ്പം ഈ പുതിയ യെരൂശലേമിൽ പിന്നെ എന്താ ഉള്ളേ? സമുദ്രമില്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ ആമെ സിംഹാസനത്തിൽ നിന്നും ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ നദിയെ കാണിക്കുക. നിങ്ങളൊന്ന് കണ്ടേ, ആ നഗരമില്ലേ? സ്ഫടിക തുല്യമായ നഗരം, ആമേൻ, മുത്തുകളാൽ നിർമ്മിതമായ ആമേൻ കഥകളുള്ള നഗരം, ആമേൻ, ആമേൻ, നല്ല സൂര്യകാന്തി കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന മതിലുകളുള്ള നഗരം, അടിസ്ഥാനമുള്ള രത്നക്കല്ലുകളുള്ള നഗരം, അതിൻ്റെ നടുവിൽ പളുങ്ക് നദി ആമേൻ ഒഴുകുന്നു. ആമേൻ, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദി. ആമേൻ. അവിടെ സമുദ്രത്തിന്റെ ആവശ്യമില്ല, ഒഴുകുന്ന നദിയുണ്ട്. നിങ്ങൾക്കറിയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ നദി 4 ശാഖകളാക്കി തിരിച്ച് ഏദൻ തോട്ടത്തെ മുഴുവൻ നനച്ചതുപോലെ ആമേൻ ഇവിടെ പുത്തൻ യെരൂശലേമിനെ ആമേൻ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കേണ്ടതിന്, ആമേൻ ഏറ്റവും മനോഹരമാക്കി തീർക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒഴുകുന്ന ആത്മാവിന്റെ ഒരു നദിയുണ്ട് കേട്ടോ. ഇന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആലയത്തിന്റെ ഉമ്മരപ്പടിവാതിൽ നിന്ന് ഒഴുകുന്ന നദി, യെഹെസ്കേൽ പ്രവചനത്തിൽ വിളിച്ചു പറയുന്ന പോലെ, അത് പരിശുദ്ധാത്മാവെന്ന നദിയാണ്. അത് അരയോളമല്ല, മുട്ടോളമല്ല, നീന്തിയിട്ട് കിടപ്പാൻ വയ്യാത്തൊരു ആത്മപ്രവാഹമായി തീർന്നെങ്കിൽ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നു തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും കേട്ടോ. ഈ ആലയത്തിന്റെ അകത്ത് ഒരു ആത്മാവിന്റെ നദി ഒഴുകട്ടെ, കൃപാവരത്തിന്റെ നദി ഒഴുകട്ടെ, ആത്മാവിന്റെ ഫലത്തിന്റെ നദി ഒഴുകട്ടെ. വിശ്വസിക്കുന്നവരിൽ ആത്മാവിന്റെ നദിയുടെ ഒരു പ്രവാഹം ഒഴുകട്ടെ. കരമടിച്ച് അല്പ നിമിഷം സർവശക്തനൊന്ന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. രോഗികൾ ഇവിടെ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ ഇവിടെ നടക്കട്ടെ, ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മപകർച്ച ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഒന്ന് തോട്ടത്തിൽ ഒഴുകുന്ന നദി, 2 സറയാൻ തോട്ടത്തിൽ ഒഴുകുന്ന നദി, 3 പുത്തനാം യെരൂശലേമിൽ ഒഴുകുന്ന നദി. മനസ്സിലാവുന്നുണ്ടോ? ശ്രേഷ്ഠമായ നദി, അത് ആത്മനദിയാണ്. സ്തോത്രം. ഈ തോട്ടത്തിൽ നദി ഒഴുകുന്നുണ്ട് അല്ലേ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയുടെ നഗരത്തെ, വിശുദ്ധ നഗരത്തെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവെന്ന നദിയാണ്. ശരിക്കും ആത്മാവിൽ ആരാധിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്ക്. അന്യഭാഷ പറഞ്ഞു കുറച്ചു നേരം അങ്ങ് ആരാധിച്ച, ആത്മനിറവിലൊന്ന് ആരാധിച്ച, ഇതിനെ പരം സന്തോഷം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മൾ തുടക്കം തൊട്ടൊരു പാട്ടൊക്കെ പാടി അങ്ങ് ഇപ്പോഴേ കസേരയൊക്കെ ആയത്, പണ്ട് മുഴങ്കാലയിൽ ഇരുന്ന് നന്നായി വേർത്ത് ആരാധിക്കുക. ആരാധനയാണ് അല്ലേ? 1/2 മണിക്കൂർ 1 മണിക്കൂർ സമയം പോകുന്ന അറിയത്തില്ല. ആത്മശക്തിയാ. അതിൻ്റെ അകത്ത് അഭിഷേകം പ്രാപിക്കാത്തവനും അഭിഷേകം പ്രാപിക്കും. അതിൻ്റെ അകത്ത് വിടുതലുകൾ നടക്കും, രോഗികൾ സൗഖ്യമാകും, ദൈവത്തിന് മഹത്വമായി തീരും. ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നമ്മുടെ ചർച്ചിൻ്റെ അകത്തൊരു നദിയുടെ പ്രവാഹം ഒഴുകുന്നത് ഞാൻ കാണുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു ആത്മപ്രവാഹം ഒഴുകുന്നത് ഞാൻ കാണുന്നു. വിശ്വസിച്ച് കുഞ്ഞുങ്ങളൊക്കെ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ. നമ്മൾ കാഴ്ചക്കാരല്ല കേട്ടോ. ആമി എന്തോ കാണാൻ വന്നിരിക്കുന്നവരല്ല. അഭിഷേകത്താൽ നിറയണം, ദൈവശക്തിയാൽ നിറയണം. കുഞ്ഞുങ്ങൾ കരമടിക്കണമെങ്കിൽ മാതാപിതാക്കൾ കരമടിക്കണം. മാതാപിതാക്കൾ കരമടിച്ച് കരഞ്ഞ് കണ്ണുനീരോടെ ആരാധിക്കുമ്പോൾ അത് കണ്ടു വേണം മക്കൾ ആരാധിക്കാൻ. ആത്മാവിന്റെ നദി, വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദി. ഇനി ഈ നദിയുടെ ഒരു പ്രത്യേകത കൂടെ പറയട്ടെ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ആമേൻ 2 സൈഡിലും ആമേൻ ജീവവൃക്ഷം ഉണ്ടെന്ന്. എന്തുണ്ട്? ജീവവൃക്ഷമുണ്ട് നദി ചെല്ലുന്നിടത്ത്. ആമേൻ തോട്ടത്തിൽ ഇറങ്ങിയ നദിയെ ആമേൻ ചലിക്കാത്തതൊക്കെ ചലിക്കും. അതാണ് ആമേൻ ജീവനുള്ളതൊക്കെ ചലിച്ചു തുടങ്ങും തോട്ടത്തിൽ ഇറങ്ങിയ നദി. പക്ഷേ പുത്തനാം യെരൂശലേമിൽ ഇറങ്ങുന്ന നദി ആമേൻ ഒഴുകുന്നിടത്ത് 2 ഇരുകരയിലും ആമേൻ ജീവവൃക്ഷം. ഏതിനും നഷ്ടപ്പെട്ടു പോയില്ലേ? അതെല്ലാം തിരിച്ചു കിട്ടുക. ജീവവൃക്ഷം. ആ ജീവവൃക്ഷത്തില് 12 മാസവും 12 വിധ ഫലം. സ്വത്രം. 12 മാസവും 12 വിധ ഫലം. നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചേ. ജീവവൃക്ഷത്തിൽ 12 വിധ ഫലം. ഇന്ന് ചക്ക കായ്ച്ച, ഈ മാസം ചക്കയാണെങ്കിൽ അടുത്ത മാസം ചക്കയല്ല മാങ്ങ. സ്വത്രം. ഇനി ചക്ക മാത്രം ചിന്തിച്ചോണ്ടിരിക്കരുത്, മാങ്ങ മാത്രം നമ്മൾ കഴിക്കാത്ത എത്ര തരം ഫ്രൂട്ട്സുകളാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയത് നമ്മളിപ്പം പറയുന്നത്. പക്ഷെ വിദേശങ്ങളിൽ ചെന്ന് നോക്ക്, വിവിധമായ ഫലങ്ങൾ നമ്മൾ കഴിക്കാത്ത എത്ര ശ്രേഷ്ഠമാര്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയ്ക്കുള്ളിൽ കണ്ടു. ഒരു മാങ്ങ, അതിൻ്റെ അകത്ത് മാങ്ങാണ്ടിയില്ലാത്ത മാങ്ങ നിറഞ്ഞു നിൽക്കുക. നല്ല അവരാ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് മാങ്ങാണ്ടിയില്ലാത്ത മാങ്ങയോ അതെങ്ങനെ ഉണ്ടാകുന്നു? സ്വത്രം. നമ്മൾ കാണാത്ത എത്ര തരം ഫ്രൂട്ട്സുകൾ, നമ്മൾ കാണാത്ത എത്ര തരം സംഭവങ്ങളാണ് ഉള്ളത് ഈ ലോകത്തില്. സ്വത്രം. പക്ഷെ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയോടെ അനുഭവിക്കണമെങ്കിൽ പുത്തനാം യെരൂശലേമിലേക്ക് നമ്മുടെ ചിന്ത തിരിയട്ടെ. പുത്തനാം യെരൂശലേമിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഈ 12 വിധ ഫലം കായ്ക്കുന്നത് കൊണ്ടും തീരുന്നില്ല. ഈ വൃക്ഷങ്ങളുടെ ഇലയുണ്ടല്ലോ, ജാതികൾക്ക് രോഗസൗഖ്യമായി വെളിപ്പെടുകയാണ്. ഇല, അതിൻ്റെ ഇല കൊടുത്താൽ ജാതികൾക്ക് എന്തായി തീരും? രോഗസൗഖ്യം നടക്കും. സ്വത്രം. ഞാൻ ദൈവത്തിന് മഹത്വം. തീർന്നില്ല ദൈവമക്കളെ, ഇത്ര മനോഹരമായത്. ഇനി മൂന്നാമതൊരു ചിന്ത കൂടി നിങ്ങളോട് ഞാൻ പറയാം. അവിടെ കണ്ണുനീരില്ല, അവിടെ മരണമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല. കാരണം ദുഃഖം കൊണ്ടുവരുന്ന, കണ്ണുനീര് കൊണ്ടുവരുന്ന, മുറവിളി കൊണ്ടുവരുന്ന സാത്താനെ ദൈവം അഗാധ ധൂപത്തിൽ തള്ളിയിട്ടു. ഇപ്പോൾ കുഞ്ഞാടിന്റെ ഒപ്പം അവിടെ എഴുതി വെച്ചേക്കുന്നറിയോ? അവൻ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ തുടയ്ക്കുമെന്ന്. കണ്ണുനീരുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ആനന്ദത്തിന്റെ കണ്ണുനീരാ, അനുഗ്രഹത്തിന്റെ കണ്ണുനീരാ. പക്ഷെ കുഞ്ഞാട് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ അവന്റെ മക്കളായ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് തുടച്ചു കളയും. സ്വത്രം. ദുഃഖവും മുറവിളിയും കണ്ണുനീരും ശാപവും ഒന്നുമില്ലാത്ത പുത്തനാം യെരൂശലേം ആയിരിക്കട്ടെ നമ്മുടെ ചിന്തകൾ. പുതിയ യെരൂശലേം ആയിരിക്കട്ടെ നമ്മുടെ ചിന്തകൾ. ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിക്ക് തുല്യമായി ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേം, കുഞ്ഞാടിന്റെ കാന്തയായ പുത്തനാം യെരൂശലേം.